ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു ട്രക്കി സ്റ്റോറീസ്. ഇപ്പോൾ ഡൊമിനിക് കണ്ടു, നമ്മുടെ മമ്മൂക്ക നായകനായിട്ട് അഭിനയിക്കുന്ന ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ഇപ്പൊ കണ്ടു വന്നേ ഉള്ളൂ. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. മ്യൂസിക് ബൈ ദർബുക്ക ശിവ ആൻഡ് സിനിമാറ്റോഗ്രാഫർ വിഷ്ണുദേവ്. പിന്നെ എടുത്തു പറയാനുള്ളത്, ഫൈറ്റ് ചെയ്തിട്ടുള്ളത് കലൈ കിങ്സ്റ്റൺ ആണ്. പിന്നെ 2-3 പേര് കൂടി ഉണ്ട്. ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, മമ്മൂട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് സിനിമയിൽ അപ്പിയർ ചെയ്യണത്. അപ്പോ മുൻപ് പോലീസ് CI ആയിരുന്ന ആളാണ്. അതിൽ നിന്നും പ്രത്യേക സാഹചര്യം കൊണ്ട് മാറി സ്വന്തമായി ആള് കേസ് അന്വേഷണം കാര്യങ്ങളായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് ജീവിച്ചു പോകുന്ന ഒരാള്. അപ്പോ അവിടെ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യണത്. അതില് ഗോകുൽ സുരേഷ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അസിസ്റ്റന്റ് ആയിട്ട് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്ന ഒരു ആളായിട്ടാണ് ഗോകുലിനെ കാണിച്ചിട്ടുള്ളത്. ഗോകുൽ ഒട്ടനീളം സിനിമയിൽ മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് ഒരുപാട് കേസുകൾ, ഒരു ഫണ്ണാണ്, ഓഫ് കോഴ്സ് ഒരു ഫൺ രീതിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. പിന്നെ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. നമുക്ക് യൂത്തിന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ മമ്മൂക്ക ചെയ്യാനായിട്ട് ഇന്റർവ്യൂസിലാണെങ്കിലും മറ്റും ശ്രമിക്കാറുണ്ട്. അതേ സെയിം മമ്മൂക്ക തന്നെയാണ് സിനിമയിലും ആ മീറ്റർ പിടിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് തിയേറ്ററിൽ സാധിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ഡയലോഗ്സ് ആണെങ്കിലും മൊത്തത്തിലുള്ള ക്യാരക്ടർ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഇതൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കോമഡി ലെവലിൽ അല്ലെങ്കിൽ ഒരു ഫൺ ലെവലിൽ മാത്രം ചെറിയ ചെറിയ കേസുകൾ അറ്റൻഡ് ചെയ്ത് വരുന്ന ഒരു ഡിറ്റക്റ്റീവും ആളുടെ അസിസ്റ്റന്റും യാദൃശികമായിട്ടൊരു കേസിലേക്ക് വന്നു പെടുന്നതാണ് സിനിമ. അത് ട്രെയിലറിലും ചെറുതായിട്ട് അവർ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയുടെ പേര് പോലെ തന്നെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ഒരു ലേഡീസ് പേഴ്സിൽ നിന്നാണ് സിനിമ ഓഫ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ഉള്ള ക്യാരക്ടേഴ്സ് നല്ല പ്രാധാന്യം നൽകി തന്നെ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹൗസ് ഓണർ ആയിട്ട് വരുന്ന ഒരു അമ്മൂമ്മയുണ്ട്, നമ്മുടെ പാച്ചു അത്ഭുതവിലക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫഹദ് ഫാസിലിന്റെ മൂവിയിലുള്ള ആ അമ്മൂമ്മ തന്നെയാണ് വിനീതിന്റെ അമ്മയായിട്ട് അതിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇതിൽ ഹൗസ് ഓണർ ആയിട്ടുള്ളത്. അവർക്കാണ് ഈ പേഴ്സ് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ വിനീതും ഈ സിനിമയിൽ ഒരു റോള് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിജയ് ബാബു ഉണ്ട്. അതുപോലെ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സ്വന്തം ഗൗതം മേനോൻ ഉണ്ട്. ആൾക്ക് ചെറിയ ചെറിയ റോളുകളാണ് എല്ലാവർക്കും. മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന മമ്മൂക്ക, ഗോകുൽ സുരേഷ്, പിന്നെ ആ പറഞ്ഞ അമ്മൂമ്മ, ഇവർക്കാണ് കൂടുതലും സ്ക്രീൻ സ്പേസ് ഉള്ളത്. ഇതിലെടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇതിലൊരു മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ വരുന്ന ഒരു ലേഡി ഉണ്ട്. അവരുടെ ഒരു ഡാൻസറായിട്ടാണ് വരുന്നത്. പേരെന്താന്നുള്ളത് വിക്കിപീഡിയയിൽ എവിടെയും കാണുന്നില്ല. അടിപൊളി ക്യാരക്ടറാണ്. സൂപ്പറായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. ഒരു ഹാഫ് തമിഴ് ഹാഫ് മലയാളി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രീതിയിൽ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല അഭിനയമാണ്. നമുക്ക് എപ്പോഴും സ്ക്രീനിൽ കാണുമ്പോൾ നല്ലൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് കുറെ പേര് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് സിനിമയിൽ. പക്ഷെ എപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് മമ്മൂക്ക, ഗോകുൽ സുരേഷ്. കാരണം ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ആണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള കേസ് അന്വേഷിക്കുമ്പോഴുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലും സിനിമയിൽ കാണിക്കാനായിട്ട് അവർ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എനിക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഞാൻ കാണുന്ന ഷോയിൽ ഉണ്ടാകുന്ന എല്ലാ ഓഡിയൻസിനും പടം നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. അത് ലാസ്റ്റ് വന്നിട്ടുള്ള ക്ലാപ്സ്, കയ്യടികൾ കൊണ്ട് നമുക്ക് മനസ്സിലായി. കാരണം നമുക്ക് വേറൊരു ലെവലിലേക്ക് സിനിമ, ഒരു കേസ് അന്വേഷണം പോയി, അല്ലെങ്കിൽ ഇവർ പ്രൈവറ്റ് ആയിട്ട് അന്വേഷിക്കുന്നു, പോലീസുകാർക്ക് യാതൊരു ഇൻവോൾവ്മെന്റ് ഇല്ല, അവിടെ കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ മമ്മൂട്ടിയും അതുപോലെ ഗോകുൽ സുരേഷും കൂടി അന്വേഷിച്ച് ഓരോരോ വഴിക്ക് എത്തുന്നു. അതില് മമ്മൂട്ടിയുടെ ഒരു കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ, ഈ വേർഡ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഡിറ്റക്റ്റീവിന് വേണ്ട കാര്യമാണ്, ഡിറ്റക്റ്റീവിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട് ഗോകുലിന് എപ്പോഴും കുറെ അഡ്വൈസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് കോൺസെൻട്രേഷൻ ആൻഡ് ഒബ്സർവേഷൻ. ഇത് ഭയങ്കര അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സിനിമ. കാരണം മമ്മൂട്ടി അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ കേസിന്റെയും ചെറിയ ചെറിയ എലമെന്റ്സ് പോലും മനസ്സിലാക്കി കൊടുക്കുന്നത്. ഗോകുൽ സുരേഷിന് മനസ്സിലാക്കുന്ന പോലെ തന്നെ നമുക്കും മനസ്സിലാക്കി തരുന്ന, എവിടേക്കാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നല്ല രീതിയിൽ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് അത് കാണാനും സാധിക്കും. അത് നമ്മൾ ഭയങ്കരമായിട്ട് കൺവിൻസ് ആവും. അങ്ങനെ കൺവിൻസ് ആയി ഓരോ കേസ് സോൾവ് ചെയ്ത് വരുമ്പോഴും ഈ കേസിലേക്ക് എത്തി മാൻ മിസ്സിങ് സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ പേഴ്സ് ആരുടെയാണെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമമാണ് സിനിമ. ഇതിൽ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊരു ത്രില്ലറാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ത്രില്ലറാണ്. അപ്പൊ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ തോറും നമ്മൾ പല കൺക്ലൂഷനിലെത്തും. ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങനെയായിരിക്കും, ഇതിങ്ങനെയായിരിക്കും, ഇതങ്ങനെ ഒന്നുമല്ല.
അടിപൊളിയായിട്ട് തന്നെ സിനിമ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനെന്നല്ല, ഇത് കാണുന്ന ആരും അങ്ങനെ ഒരു എക്സ്പെക്ട് ചെയ്ത് ഭയങ്കര കൊടൂര സംഭവമായിട്ട്, കൊടൂര ക്ലൈമാക്സ് ആയിട്ടില്ലെന്ന് ഞാൻ പറയണത്. ഇതൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. നമ്മൾ ആ സിനിമയിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന ഒരു കുറെ വേർഷൻസ് നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുറെ തോട്ട് നമുക്ക് ഇങ്ങനെ വരും. ഇതിങ്ങനെയായിരിക്കും. പക്ഷെ അതൊന്നുമല്ല സിനിമയിൽ ലാസ്റ്റ് വരുന്നത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ത്രില്ലടിച്ചു. കാരണം ഭയങ്കരമായിട്ട് കൺവിൻസിംഗ് ആയിട്ട് ഡയറക്ടർക്കും സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഗൗതം മേനോൻ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. വേറൊരാളും കൂടിയും സ്ക്രിപ്റ്റിലുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടില്ല, സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്വഭാവം. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ് ആള്. ഇന്റർവ്യൂസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ സെയിം ക്യാരക്ടറിൽ സെയിം മീറ്ററിലുള്ള മമ്മൂക്ക അടിപൊളിയായിട്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് എന്തായാലും എല്ലാവർക്കും ഒരു സർപ്രൈസ് തന്നെയായിരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ അധികം സിനിമയിലൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ്. അതെന്ന് വെച്ചാൽ അവർ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് അവർ സാധിച്ചിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ അത് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ല അതിനെ പറ്റി. പക്ഷെ അങ്ങനെ ഒരു സംഭവം എടുക്കുമ്പോൾ അതിൽ നമ്മൾ കൺവിൻസ് ആവണം. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഹൈപ്പ് കൂട്ടി പടം കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ല ത്രില്ലടിപ്പിച്ച്, നല്ല എൻജോയ് ചെയ്യിപ്പിച്ച്, നല്ല ഫൺ എലമെന്റ്സ് ആഡ് ചെയ്ത്, നമുക്ക് നന്നായി ചിരി പടർത്തി, നല്ല രീതിയിൽ ഒരു വേറെ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇങ്ങനെ വന്ന് ക്ലൈമാക്സ് കൊണ്ട് കാലടയ്ക്കുന്ന കുറെ സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നിട്ടും ഈ സംഭവം ആ ഒരു കോൺസെപ്റ്റിൽ അവർ നല്ല രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ പെർഫോം ചെയ്ത ആൾക്കാരെ വെച്ചിട്ടും സ്ക്രീൻ പ്ലേ വെച്ചിട്ടും എല്ലാം കൊണ്ടും. സോ എനിക്ക് നന്നായിട്ട് പടം ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര വലിയ ഒരു കേസന്വേഷണമോ കാര്യങ്ങളായിട്ടൊന്നല്ല നമ്മൾ പറയണത്. നല്ല സിമ്പിൾ ആയിട്ടൊരു സ്റ്റോറിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവർക്കത് ക്ലൈമാക്സ് ഫിക്സ് ചെയ്യാനായിട്ടും നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ടും ത്രില്ലടിക്കാനായിട്ടും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്ലൈമാക്സ് തരാനായിട്ടും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാവർക്കും വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ബൈ ഫ്രം ട്രക്ക് ഇറ്റ് സ്റ്റോറീസ്.